കണ്ടോ എല്ലാം അങ്ങോട്ട് പോവുക. ഈ സൈക്കിളിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. സൈക്കിൾ എറിഞ്ഞ് പൊളിക്കാൻ തോന്നുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് വൈകുന്നേരം കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സ്കൂളിൽ പോയില്ല, അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ടും കാര്യമൊന്നുമില്ല. എപ്പോൾ വരുമോന്നൊന്നും അറിയില്ല. വന്നു കഴിഞ്ഞാൽ പോവാ, ചിലപ്പോൾ നേരം വൈകി കഴിഞ്ഞാൽ പോലുണ്ടാവില്ല. ഇന്നാണ് ഞാൻ ഒരു കാര്യം ചെയ്തില്ല, ഫുൾ ടൈം മൊബൈലിലും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ നല്ല വിശക്കുണ്ട്, പക്ഷേ കറിയില്ല. കറി ഉണ്ടോ? അച്ചാറുണ്ടോ? അച്ചാറ് കറിയൊക്കെ എന്തിനെല്ലാം ഉണക്കല് വേണ്ട. ഞാൻ ഉച്ചയ്ക്ക് ഒന്നും എടുത്ത് തിന്നിട്ടില്ല, അങ്ങനത്തെ ചെമ്പിക്കൊണ്ട് കൊടുത്ത്. കുറച്ച് അച്ചാറുണ്ട്, ഇതും കഴിഞ്ഞിരിക്കണേ. ഇത്തിരി ഉണ്ട്, ബാക്കിയുള്ളവർ പിന്നെ തിന്നാൻ ചാൻസ് ഉണ്ട്. കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇതാണ് കഞ്ഞി. കുറച്ച് ചൂടുവെള്ളം, കുറച്ച് ഉപ്പ്. ഞാനിവിടെ മൊബൈൽ മുത്തിച്ച് കുറച്ച് പബ്ജി കളിച്ചിരിക്കുക കേട്ടോ. എനിക്ക് ചെയ്യാൻ ഒരു പണിയില്ല, ഒന്നും ചെയ്യാനില്ല. എന്താണെന്ന് അറിയില്ല, ബോറടിക്കുന്നു. അച്ഛൻ ഫോൺ ആയിക്കട്ടെ. ചാർജ് കയറുന്ന വരെ നോക്കിക്കൊണ്ടുവരും തോന്നുന്നു. വന്നു. ഓക്കെ, ഗെയിം കളിക്ക് ഇരുന്ന് ഓർമ്മ ഉള്ളൂ. അപ്പത്തേക്ക് കടയിൽ പോവാൻ പറഞ്ഞേക്കണ്. അമ്മ ഞാൻ പോലെ അമ്മയും വാമ്മ പോവൂല ഇല്ല. എന്താ ഒരു സ്ഥലത്ത് നല്ലവിടേക്ക് ഇരിക്കാൻ സമയം. ആ പൂച്ച ഞാൻ എത്തിച്ചാലോ? ബാ ജിമ്മി, ബാ പോയിട്ട് ജിമ്മി വാ. ജിമ്മി ഇപ്പൊ ജിമ്മി എന്തായാലും പുറത്തിറങ്ങൂല. ഞാൻ പകുതിയിട്ട് എത്തിയാൽ ജിമ്മി ബാക്കാറ്റ് ഓടിയിരുന്ന കാണാം. വരുന്നുണ്ടോ? ഇല്ല, എന്തായാലും വരും. സൈക്കിൾ എടുക്കണോ? നടന്നോണോ? സൈക്കിൾ എടുക്കും. നടന്നു പോകാനും മടിയാവുണ്ട്, സൈക്കിൾ ഓടിയാൻ മടിയാവുണ്ട്, പോകാനും മടിയാവുണ്ട്. പോയില്ലെങ്കിൽ ഓരോന്നും പറയൂ. ഒന്നും കൊടുക്കണ്ട. എൻ്റെ മോൻ എനിക്ക് ഈ സൈക്കിൾ എടുത്തിട്ടുണ്ടല്ലോ റോട്ടിക്ക് വലിച്ചെറിയാൻ തോന്നുന്നു. അതിൻ്റെ ബാക്കത്തെ ടയർ ഫുള്ള് ഇളകി സൈക്കിൾ ഓട്ടിക്കാൻ ചവിട്ടാൻ ഒന്നിനും പറ്റില്ല. സൗണ്ട് ഉണ്ടോ? ഞാൻ ആ റോട്ടിൽ കൂടെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. ഈ സൈക്കിളിൽ ഇങ്ങനത്തെ സൗണ്ട് കൊണ്ട് റോട്ടിൽ കൂടെ പോലും നടക്കൂല. സൈക്കിൾ നമ്മൾ ഗ്രൗണ്ടിന് സൈഡിൽ നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നു പോവാം. ഈ സൈക്കിൾ കൊണ്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്ത് സൗണ്ട് അറിയാൻ. നാശമായി ഈ ബാക്ക് ടയർ. കളിക്കാൻ വരുമ്പോൾ എന്തും കൊണ്ട് വരും. കണ്ടോ എല്ലാം അങ്ങോട്ട് പോവുക. ടയറിന് എത്ര ടൈറ്റ് ആക്കിയിട്ടും കാര്യമില്ല. അതിൻ്റെ കേബിളിലല്ലോ ആ ചെയിനിൻ്റെ ഭാഗമില്ല, അതിൻ്റെ ഉള്ളുഭാഗം എന്തോ അയക്കണേ. എന്താ ചെയ്യുക, സൈക്കിൾ അവിടെ കിടക്കട്ടെ. അതാക്കണേ അവിടെ സൈക്കിള്. ബേസിലുള്ള എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഈ സൈക്കിളിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. സൈക്കിൾ എറിഞ്ഞ് പൊളിക്കാൻ തോന്നുന്നു. അതാരൊക്കെ സൈക്കിൾ എടുക്കുന്ന പോലെ ആക്ഷൻ കാട്ടിയിട്ട് ബേക്കറിയും എല്ലാം അറിയാതിരിക്കുക. ഞാൻ അല്ലെങ്കിൽ വീട്ടിൽ പോയി ബേക്കറി എനിക്ക് കിട്ടൂല. അങ്ങോട്ടിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരും. സൈക്കിളിൽ പോകാൻ പറ്റൂല, സൈക്കിളിൽ ടയർ നാശമായി കിടക്കാം, പോകാൻ പറ്റില്ല. അതാണ് പഞ്ചറായോ? നടന്നോ നടക്ക്. സൈക്കിൾ കൊണ്ടുപോകില്ല. നടക്ക്. ഞാൻ വിട്ടോ അവിടേക്ക്. ഞാൻ വീട്ടിൽ പോവും. ഏൽക്കൂടയിലൊക്കെ ഞാൻ പോവും. എടാ നീ ഓടുക ബേക്കല്ലേ? ഇതിൽ വെച്ചാ ഇതിലൊക്കെ അവിടെ ഇതിലൊക്കെ എവിടെ ഇരിക്കാനാ നീ? ഞാൻ പോട്ടെ. മാറ് ഇടിക്ക് ഞാൻ. മാറുമ്പോ മുന്നിന്നാറ്. എന്താണ് ബ്രോ? നടക്ക് ബ്രോ. ഞാൻ പോട്ടെ. ബൈ, ടാറ്റ. നീ വരണേ, ഞാൻ പോവാ. വീട്ടിൽ പോട്ടെ, ഭയങ്കര ടാസ്ക് ആവും. രണ്ടും കൂടി ആവില്ല, നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ കൊണ്ടുപോകാൻ പറ്റൂല. നീ അപ്പുചെടീനെ പോ. എന്നാ ഫ്രണ്ടില് ഓട്. 300 എത്ര ആയിക്കണേ. ഈ ബേക്കറി എനിക്കല്ല. പോയ പാട് കണ്ട അമ്മ പാട് അറിയോ? ബേക്കറി എനിക്ക് ഇതിങ്ങോട്ട്. ഓക്കെ, ഞാൻ ഗെയിമും കളിച്ചിരുന്നോണ്ട് തിന്നുകൊണ്ട് ഗെയിമും കളിച്ചോണ്ടാക്കും. ആർക്കും ഓർക്കൂല. ആർക്കും കൊടുക്കൂല. ചൂടെടുക്കണ്ട്, കുളിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ നല്ല മഴയും തോന്നണെന്ന് കളിക്കാൻ പോലും ഉണ്ടാവുമെന്ന് തോന്നണില്ല. കണ്ട കാർമേഘം. എന്താ ഇത്? ആരപ്പത്? നീ ഇപ്പൊ വേഗം വന്നല്ലോ. എന്താ ഇങ്ങോട്ട് വന്ന്? കളി കാണണം. അതിപ്പോ നാളെ എത്ര മണിക്ക് കളി? ഞാൻ കുറേ നേരമായി ബ്ലോഗിൽ ഇവന്മാർ വന്നത് പിന്നെ ഇവന്മാർ പറയണ പോലെ പകർത്താൻ വേണ്ടി നോക്കണം കേട്ടോ. പക്ഷെ മൊബൈൽ ഈ ടൈം കൊണ്ട് ഫുള്ളിൽ കളിക്കാം.
മൊബൈൽ ഓണാക്കും, ക്യാമറ ഓണാക്കും, പകുതി ആകുമ്പോൾ ആ ചിത്രം അങ്ങനത്തെ ഉണ്ടാവും, സ്റ്റക്കായി പോകുന്നുണ്ട്. ക്യാമറേൻ്റെ കളറും എല്ലാം വേറെ വേറെ ആയി പോകും, എന്താ അറിയില്ല. ഇങ്ങനെ എൻ്റെ കൈ പിടിച്ച് വാച്ച് കടിക്കാൻ പോവാ. ആ വന്ന് നീ എന്നെ തലയെന്തിന് മുറിഞ്ഞ് എടാ കയ്യോണി വെച്ചാ നിനക്ക് എന്ത് ബോളും കൊണ്ട് അടിച്ചിട്ട് നേരത്തെ അത് കാണില്ല, എങ്ങോട്ട് കണ്ടാൽ അടിച്ചിട്ടോ എന്താ അറിയില്ല. ബോൾ എവിടെ വെച്ചോ, ഇങ്ങോട്ട് ആ കണ്ട് എടാ ഉണ്ണീനെ വിളിച്ചോ, ഉണ്ണിയേ നീ മെല്ലെ വാ ഞങ്ങള് നടക്കട്ടെ. കട പോയപ്പോ പെട്ടിക്കണ വെച്ചോ, സൈക്കിള് നാശായി, അതിന്റെ ബാക്ക് ടയർ എന്താ എനിക്കറിയില്ല. അത് ഓടിക്കുമ്പോ ഇടയ്ക്ക് അങ്ങനത്തെ സൗണ്ട്. അവിടേക്ക് പോസ്റ്റ് കാണല്ലോ, ഫോട്ടോ എടുക്കാനല്ല, ആ സ്ഥലം നോക്ക്, ആ സ്ഥലം ആ സാധനം നോക്കണമെങ്കിൽ എനിക്ക് കണ്ടിട്ട് എന്ത് പറയണ്ടേ മനസ്സിലാവില്ല. അത് നോക്കി ക്ലിയർ വരൂക്ക അവിടെ. എൻ്റെ മോനെ ഞാനിപ്പോൾ കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അതോ ഞാനെൻ്റെ അച്ഛനുണ്ട്. നീ രാവിലെ തൊട്ട് ബോറടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കളിക്കാൻ പോകണം, അവന്മാർ ഇന്ന് വരുമോ, ഇന്ന് നടക്കുമോ, കളി നടക്കുമോ, അങ്ങനെയൊക്കെ. ഫസ്റ്റ് മങ്കി കളിക്കല്ലേ, അത് വെറുതെ തട്ടി കളിക്കണോ. സമയം 7 മണി കഴിഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ മൂന്നാൾ ഒറ്റ പോസ്റ്റിൽ വെട്ടിച്ചടിച്ച് കളിക്കണം. ഇപ്പോൾ നന്ദു വന്നിട്ടുണ്ട്. യോ നന്ദു എവിടെ പോയി നന്ദു? സൈക്കിൾ കൊണ്ട് അത് സൈക്കിളിൻ്റെ ടയർ നാശമില്ലടാ. അതാവാത് ചളിയൊന്നുമില്ല, ആവാ നല്ല ഒരയുണ്ട്. ഇപ്പോൾ കളിച്ചൊല്ലും തീർക്കട്ടെ കേട്ടോ, 8 മണിക്ക് കഴിയാന്ന് അറിയില്ല. നല്ല ഇരിടാകുമ്പോൾ നമുക്ക് പോവാം, മൊബൈലാണെങ്കിൽ തീരെ ചാർജില്ല. ഇപ്പോൾ കളിച്ച് ബോൾ പോലും അടിക്കണ കാണുന്നില്ല, ലൈറ്റ് ഓണങ്ങിയിട്ട് കളിക്കാമെന്ന് വിചാരിച്ച്. അച്ഛൻ ലൈറ്റ് എടുക്കണേ, എല്ലാവരും ലൈറ്റ് എടുക്കണേ. ആകെ 2 പോകില്ല ചാർജ്, എൻ്റെ ചാർജ് ഇല്ലല്ലോ. ഞങ്ങളുടെ എങ്ങോട്ട് താട്ടി അങ്ങോട്ട് അവിടെ കാണൂല, അങ്ങോട്ട് ഞാൻ പറയാം. നന്ദു ഗോൾ. അവിടെ ചാണകത്തിൻ്റെ സൈഡ് കൂടെ പോയത്. ഇവിടെ അതിൻ്റെ തൂറി ഇട്ടിട്ട് നോക്ക്, ഞാൻ ഇതായിരിക്കും ഫസ്റ്റ് സൈഡ് എടുക്കാൻ കിട്ടുക. എന്ത് കിട്ടുന്നത് ബോളാണെങ്കിൽ കാണൂല. എൻ്റെ മൊബൈലിൽ ചാർജ് ഇല്ല, എന്താ ചെയ്യുക, അച്ഛനും മൊബൈലും കൊണ്ട് കളിക്കുക. ഇന്ന് 8 മണി വരെ ഫുട്ബോൾ കളിച്ചു. ഫുട്ബോളല്ല ചട്ടിപ്പത്തോണ്ട് കളിച്ച്. ഒന്നും കാണുന്നില്ല, വെറുതെ അടിച്ചോണ്ട് നിൽക്കുക. എന്നിട്ട് ഈ അച്ചുല്ലേ വലിയൊരു കല്ല് അടിച്ചോണ്ട് നിൽക്കുക. ഞാൻ അടിച്ച് ചെയ്ത് കളി തുടങ്ങുകയും ചെയ്തു. കല്ലുണ്ടെന്നിട്ട് ഇവർ രണ്ടാളും മുട്ടിയും കൊണ്ട് നന്ദുവിനെ കാണാൻ എന്തൊരു ചേല. ആ കാണുന്ന ഒരു ലൈറ്റ് കണ്ട് വരുന്നുണ്ടല്ലേ, അതെന്താണെന്നറിയോ? ബൈക്ക് സ്കൂട്ടി ഒന്നുമല്ല കേട്ടോ, നന്ദു അച്ചും കൂടി വരും. ഓക്കെ വണ്ടിയോടെ ബ്രേക്ക് ആക്കി ഞങ്ങൾ എടുക്കാം. വണ്ടി ഞങ്ങൾ കൊണ്ടോട്ടെ. അടാ ഉണ്ണി നിങ്ങൾ രണ്ടാളും പറഞ്ഞില്ലേ, അപ്പൊ അച്ചൊറ്റിക്കാവും. എടാ ഇറങ്ങടാ, എടാ അച്ചൊറ്റിക്കാവൂടാ. ബോൾ എന്റെ പോക്കില്ല കേട്ടോ. എന്താ വിളിച്ചേ? അമ്മ ഇവരുള്ളപ്പോഴേ കളിക്കാൻ പറ്റുള്ളൂ. അമ്മ പിന്നെ കളിക്കാൻ പറ്റില്ല, അതാണ്. വീട്ടിൽ ലൈറ്റ് ഒക്കെ ഇട്ട് കളിക്കായിരുന്നു, ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് മൊബൈലില്. എന്താണ് അമ്മ? കൂൾ ഡൗൺ മമ്മി, ക്യാ ഹേ മമ്മിയേ സബ്. അമ്മ കളിക്കാൻ പോയതാണമ്മ. അമ്മ കളിക്കാൻ പോയതമ്മ. ഇനി നാളെ നേരത്തെ കളിക്കാൻ പോയിട്ട് നേരത്തെ വരാം. അതിന് അവര് സ്കൂളിൽ വിട്ട് വരുമ്പോ തന്നെ സമയം, അതാണ്. അപ്പൊ നന്ദു നായിക്ക് പോയില്ലേ അവന്റെ ബുക്ക് ബാഗ് എടുക്കാൻ. വേഗം നാളെ പോകൂല. ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. നന്ദു അവിടെ നിന്ന് പഠിച്ചോണ്ടൊക്കെ ഉണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യലും തുടങ്ങട്ടെ വേഗം, ഇത് ക്ലോസ് ചെയ്തിട്ട് പഠിപ്പി. കുളിച്ച് മുടിയൊക്കെ വെട്ടണം. മുടിയൊക്കെ വളർന്ന് അങ്ങനെ എത്തിക്കുന്നത് കണ്ടോ. മുടി ഒരു സ്ഥലത്ത് നിൽക്കണില്ല. അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് ഈ മുടി ഒന്ന് ചുരുട്ടിയാലോ? ചുരുട്ടണോ അത് ഇങ്ങനെ മതിയോന്ന് എനിക്കറിയില്ല കേട്ടോ. മുടി ചുരുട്ടണമെങ്കിൽ കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവൂലേ? എന്താ ചെയ്യാ, ഇവിടെ മീൻ കറി ആവുന്നുണ്ട്, പിന്നെ ചിക്കൻ കറി കഴിക്കുന്നത്. മീൻ കറി വെക്കാനാണ് നാളത്തേക്കോ അമ്മ? നാളത്തേക്കുള്ള. അപ്പൊ ഞാന് ചോറ് കഴിച്ചുകൊണ്ട് മെല്ലെ എഡിറ്റിങ്ങും പരിപാടിയും തുടങ്ങട്ടെ. അവരെല്ലാവരും അവിടെ പഠിച്ചുകൊണ്ടൊക്കെയുണ്ട്. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. വേണ്ട, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ഫുള്ളാക്കിയിട്ടിട്ട്
കേൾക്കാൻ പാകത്തിനാക്കി ഇട്ടിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഒരു ഇറിറ്റേഷൻ ആകും. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഇംഗ്ലീഷൊക്കെ എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഇംഗ്ലീഷ് ഇങ്ങനെ പറയാൻ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ സാധനങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ഓരോ സ്കില്ല് ഡെയിലി പഠിക്കണമെന്നുണ്ട്. പക്ഷേ പഠിച്ചു കഴിയുന്നുണ്ട്. ഇപ്പോൾ പബ്ജീൻ്റെ കുറേ സ്കില്ല് ഞാൻ പഠിച്ചേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗത്തിലേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നുള്ള അടുത്ത എല്ലാ ബ്ലോഗായിട്ട് കാണാൻ കേട്ടോ. കൈ ടാറ്റ് കൊടുക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ല. ബൈ.